വചനമൊഴി ജൂൺ 20. വചനഭാഗം 1 കോറിന്തോസ് 3:18-23, യോഹന്നാന്റെ സുവിശേഷം 6:45-50. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അവരെല്ലാവരും ദൈവം പഠിപ്പിച്ചവരാകുമെന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എന്റെ അടുക്കൽ വരുന്നു. ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ട് എന്നല്ല ഇതിനർത്ഥം. ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാനാകുന്നു ജീവന്റെ അപ്പം. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിനു വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. ഈശോയിൽ സ്നേഹമുള്ളവരെ, അവരെല്ലാവരും ദൈവം പഠിപ്പിച്ചവരാകുമെന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് സുവിശേഷം ആരംഭിക്കുന്നത്. ദൈവം പഠിപ്പിച്ചവരെന്ന് പറയുമ്പോൾ ദൈവിക വെളിപാടുകള് സ്വീകരിക്കുന്നവരെ ഉദ്ദേശിച്ചാണ്. ദൈവം തന്നെ വെളിപ്പെടുത്തുന്നതാണ് നമ്മളെ വിശുദ്ധ വചനത്തില് കാണുന്നത്. ആദ്യം ദൈവം തന്നെ വെളിപ്പെടുത്തിയത് സൃഷ്ടവസ്തുക്കളിലൂടെയായിരുന്നു, പ്രപഞ്ച സൃഷ്ടിയിലൂടെയായിരുന്നു. സൃഷ്ടവസ്തുക്കളിലൂടെ ദൈവം സ്വാഭാവികമായി വെളിപ്പെടുത്തി. തുടർന്ന് ദൈവം അതിസ്വാഭാവികമായ വിധത്തില് മനുഷ്യകുലത്തിന് വെളിപ്പെടുത്തുന്നത് ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിലൂടെയാണ്. അബ്രാഹത്തെ വിളിച്ച് അബ്രാഹത്തിലൂടെ ഒരു ജനതയെ രൂപപ്പെടുത്തി ആ ജനതയിലൂടെ ദൈവം തന്നെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആ ദൈവിക വെളിപാടിന്റെ പൂർണ്ണതയാണ് ഈശോ മിശിഹായില് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ മിശിഹ പറയുന്നു, പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരെല്ലാം എന്റെ അടുക്കൽ വരുന്നു. കാരണം പ്രപഞ്ചത്തിന്റെ ആരംഭം മുതൽ ദൈവം വെളിപ്പെടുത്തിയിരുന്നത് തന്റെ വചനത്തിലൂടെയായിരുന്നു. തുടർന്ന് ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിലൂടെ ദൈവം വെളിപ്പെടുത്തി. ആ ദൈവിക വെളിപാടിന്റെ പൂർണ്ണതയായിട്ട് മിശിഹായില് ഉള്ള ദൈവിക വെളിപാട്. പഴയ നിയമ ദൈവിക വെളിപാടുകളുടെ തുടർച്ചയും പൂർണ്ണതയുമാണ് ഈശോ മിശിഹായുടെ യാഥാർത്ഥ്യമാകുന്നത്. ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്നാണ് തിരുവചനം പറയുന്നത്. കാരണം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ് അവിടുന്ന് മനുഷ്യന് നിത്യജീവൻ നൽകുവാൻ വേണ്ടി മനുഷ്യനായി അവതരിക്കുകയും മനുഷ്യനായി അവതരിച്ചവൻ നിത്യം മനുഷ്യകുലത്തിന്റെ കൂടെ ആയിരിക്കുവാൻ അപ്പമായി മാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം എന്ന് പറയുന്നത് ഈശോ മിശിഹായാണ്. അത് നിത്യജീവൻ നൽകുന്നതിന് വേണ്ടിയുള്ളതാണ്. എല്ലാ മനുഷ്യരും ഈശോ മിശിഹായിലേക്ക് വരും. ഈശോ മിശിഹായിലൂടെയാണ് എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടുന്നത്. കാരണം എല്ലാ ദൈവിക വെളിപാടുകളും എല്ലാം സൃഷ്ടിക്കപ്പെട്ടതും ഈശോ മിശിഹായിലൂടെയാണ്. ദൈവിക വെളിപാടുകൾ പൂർണ്ണതയായ മിശിഹായിൽ വിശ്വസിക്കുകയും മിശിഹായുടെ വചനമനുസരിച്ച് ജീവിക്കുകയും ചെയ്യുകയാണ് നിത്യജീവൻ നേടുന്നതിനുള്ള മാർഗം. മിശിഹായുടെ ശരീരം ഭക്ഷിക്കുകയും അവിടുത്തെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. ആത്മരക്ഷയ്ക്കായി നിത്യജീവൻ പ്രാപിക്കുവാൻ കൗദാശികമായി മിശിഹായോട് ചേർന്ന് നിന്ന് ഇഹലോക ജീവിതം നയിക്കുവാനും ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ ഈശോയുടെ കൂടെ നടക്കുവാനും ഈശോയുടെ വചനം ശ്രവിക്കുവാനും ആ വചനം അനുസരിച്ച് പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കണം. അപ്രകാരം നിത്യജീവൻ കണ്ടെത്തുവാൻ നമുക്കും ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.